ബീഹാറിൽ തുടർഭരണം ഉറപ്പിച്ച എൻഡിഎ 207 സീറ്റിലാണ് എൻഡിഎ ലീഡ് ചെയ്യുന്നത്. 29 സീറ്റിൽ മാത്രമാണ് മഹാസഖ്യം ലീഡ് ചെയ്യുന്നത്. 2020-നേക്കാൾ മികച്ച മുന്നേറ്റമാണ് എൻഡിഎയുടേത്. ശക്തി കേന്ദ്രത്തിലടക്കം ഇന്ത്യ സഖ്യത്തിന് വൻ തിരിച്ചടി ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. ഈ ധനസുമോദ ചേരുന്നുണ്ട്. ധനസുമോദ്, ബീഹാറിൽ എൻഡിഎ ഭരണ തുടർച്ച, മഹാസഖ്യം മഹാപതനത്തിലാണ്. കോൺഗ്രസ് ആണെങ്കിൽ 4-ൽ ഒതുങ്ങി നിൽക്കുന്നു. എന്താണ് ലീഡ് നിലയിൽ അവസാനത്തെ വിവരങ്ങൾ? ഏറ്റവും പുതിയ വിവരം കോൺഗ്രസിന്റെ ലീഡ് നില അത് 1-ആയി ചുരുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. മഹാസഖ്യം ഇതുവരെ അവർ പ്രതീക്ഷിക്കാത്ത വലിയൊരു പതനത്തിലേക്ക് തന്നെയാണ് വീണിരിക്കുന്നത്. മാത്രമല്ല, ഈ എക്സിറ്റ് പോളുകൾ പരമാവധി അവർ പ്രവചിച്ചിരുന്നത് 190 സീറ്റ് വരെയായിരുന്നു. പക്ഷേ 200 സീറ്റിന് മുകളിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ഈ SIR-മായി ബന്ധപ്പെട്ട ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ അവർ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, ഇപ്പോൾ ദീപാകർ ഭട്ടാചാര്യ CPI-MLന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നത് SIR-ന് ശേഷം 7,42,00,000 വോട്ടർ എന്നായിരുന്നു അന്തിമ പട്ടികയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ പോൾ ചെയ്ത ഒരു കണക്ക് പറഞ്ഞു കഴിയുമ്പോൾ 7,26,26,858 പേർ പോൾ ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 ലക്ഷം പേർ എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഈ ഗ്രൗണ്ടിൽ ഓരോ ഒരു പഠനം നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാ ബൂത്തുകളിലും നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ആളുകൾ നമ്മളോട് പറഞ്ഞതാണ്, വോട്ടർമാർ പലരും കൃത്യമായി അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ വോട്ടർ ലിസ്റ്റിൽ പേരില്ല എന്ന് പറഞ്ഞ് ഒരു ബൂത്തിൽ നിന്നും ഏകദേശം ഒരു 5 പേരെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചതാണ്. മാത്രമല്ല, പല പ്രാദേശിക നേതാക്കന്മാരും പറയുന്നത് ഒരു 10 പേരെങ്കിലും ഒരു ബൂത്തിൽ നിന്നും മാറിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഒരു കണക്ക് കൂട്ടി നോക്കിയാൽ പോലും ഓരോ ബൂത്തിൽ നിന്നും ഒരു 3000 പേരെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു സാധ്യതയുടെയാണ് ഒരു തുറന്നു കിടക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും ഒരു സുപ്രീം കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സുപ്രീം കോടതിയിൽ എത്ര പേരെയാണ് SIR-ൽ നിന്നും ഒഴിവാക്കിയത് എന്നുള്ളൊരു കണക്ക് കൃത്യമായി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംശയത്തിന് ഒരു ആധാരമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണം എന്നൊരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം SIR-ഉം വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ പേര് വെട്ടിമാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ പറഞ്ഞ് തലയൂരാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ യോഗേന്ദ്ര യാദവ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം, ഇന്ത്യ മുന്നണിയുടെ കൃത്യമായ പ്രചരണമില്ലായ്മയും അതേസമയം തന്നെ ഈ NDA സഖ്യം വളരെ കൃത്യതയോടുകൂടി സോഷ്യൽ എഞ്ചിനീയറിംഗ് പാലിച്ചുകൊണ്ട് അവർ നടത്തിയ പ്രചരണവും കാണാതെ പോകരുത് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ RJD ഉൾപ്പെടെയുള്ള പാർട്ടിക്ക് നൽകുന്നത്. പക്ഷെ അപ്പോഴും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം കിട്ടിയ പാർട്ടി ഇപ്പോഴും RJD തന്നെയാണ്. അതിൽ 1-ാമത്തെ പാർട്ടിയാണ്. പക്ഷേ സീറ്റിന്റെ എണ്ണത്തിൽ അവർക്ക് കുറവാണെങ്കിൽ പോലും സംസ്ഥാനത്ത് മൊത്തം വോട്ട് എണ്ണി നോക്കിക്കഴിയുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് RJD തന്നെയാണ്. സുബോധ, ഇവിടെ ഇപ്പോൾ തേജസ്വി യാദവ് ഉൾപ്പെടെ പിന്നോട്ട് പോകുന്ന, ഇല്ലെങ്കിൽ പിന്നോട്ട് എന്നുള്ള ഇതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ, മഹാസഖ്യത്തിന്റെ നേതാക്കൾ പിന്നോട്ട് പോയിരിക്കുന്ന, ഇല്ലെങ്കിൽ തോൽവിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ എന്ത് പോരാട്ടമാണ് അവിടെ നടത്തിയത് BJP-ക്കെതിരെ, എങ്ങനെയാണ് പോരാടിയത് എന്നൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട്. നമുക്കറിയാം, പല മണ്ഡലങ്ങളിലും പല സ്ഥലങ്ങളിലാണെങ്കിലും ഇവർ രണ്ടുപേരും തന്നെ, അതായത് RJDയും കോൺഗ്രസും തന്നെ മത്സരിക്കുന്ന കാര്യത്തിലൊക്കെ ആദ്യം മുതലേ ഒരു ആശങ്ക, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തിയൊക്കെ നേരത്തെ പുകഞ്ഞിരുന്നതാണ്. അപ്പം ആ സാഹചര്യങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുമ്പോൾ എന്ത് പോരാട്ടം, എന്ത് പറഞ്ഞവിടെ പോരാടി എന്നൊരു കാര്യം നിൽക്കുന്നുണ്ട്. നിതീഷ് ചാച്ച മതി എന്ന് ബീഹാർ ചിന്തിക്കുന്നതിലേക്ക് അടുപ്പിച്ച പല കാരണങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ എന്തുകൊണ്ട് മഹാസഖ്യം അകന്നുപോയി, ഇല്ലെങ്കിൽ കോൺഗ്രസിന് ഇത്ര വലിയ അടിതെറ്റൽ, നേരത്തെ തന്നെ കോൺഗ്രസിന്റെ അവസ്ഥ ബീഹാറിൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ കൂടി ഇത്ര കാര്യങ്ങൾ ഉയർത്തിയിട്ടും, SIR-ലുള്ള വീഴ്ചയടക്കം ഉയർത്തിയിട്ടും ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് അവിടെ നടത്തിയ പ്രവർത്തനങ്ങളെ കൂടി ചോദ്യം ചെയ്യുന്നതല്ലേ? ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി അവിടെ നടത്തിയ സമയത്ത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരുമിച്ച് ഒരു വാഹനത്തിൽ പോവുകയും ബൈക്കിൽ പോവുകയും കാറിൽ പോവുകയും രാഹുൽ ഗാന്ധി സഞ്ചരിച്ചിരുന്ന വാഹനം തേജസ്വി യാദവ് ഓടിക്കുകയും ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് സീറ്റ് ചർച്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഐക്യം തകരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എയർപോർട്ടിൽ ഇട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ഇത് സ്വാഭാവികമായും ആളുകൾക്കിടയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവർ ഈ തരത്തിൽ
തമ്മിൽ തല്ലുകൂടുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താകും എന്നുള്ള ഒരു വലിയ തരത്തിലുള്ള ആശങ്കയായിരുന്നു അവിടെ പ്രചരിച്ചിരുന്നത്. മാത്രമല്ല എല്ലാവരോടും ഈ പരസ്പരം റിബലായിട്ട് നിൽക്കുന്ന ആൾക്കാരോടക്കം അത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി നേതൃത്വം പറഞ്ഞിരുന്നു. അതിനുശേഷം ദേശീയ നേതൃത്വം തമ്മിലുള്ള ഒരു ചർച്ച നടത്തിയതിനു ശേഷം യഥാർത്ഥ സ്ഥാനാർത്ഥിയെ നിർത്തിയ ശേഷം ബാക്കിയുള്ളവരെ റിബലായി നിൽക്കുന്നവരെ പിൻവലിക്കാം എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അവസാന സമയത്ത് പിൻവലിക്കാൻ പല ആളുകളും കൂട്ടാക്കിയില്ല. ഇതേ തുടർന്നാണ് 11ഓളം മത്സരങ്ങളിൽ അവർ പരസ്പരം മത്സരിച്ചത്. ഇത് സൗഹൃദ പോര് എന്നാണ് അറിയപ്പെടുത്തെങ്കിലും ഈ തരത്തിലുള്ള ഒരു സൗഹൃദമായി പരിഗണിക്കാനായി ബീഹാറുകൾ തയ്യാറായില്ല. ഈ സീറ്റുകളിൽ എല്ലായിടത്തും ഇന്ത്യ സഖ്യം തോക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്.